ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭാര്യ പോയപ്പോൾ അവർ പറഞ്ഞത് പിന്നെ ഞാൻ പോവാടാ, ഇങ്ങനെ തന്നെ പറഞ്ഞത്. അപ്പം പിന്നെ ഭർത്താവ് പറയുന്നു നീ എനിക്ക് ഹോം നേഴ്സിനെ കിട്ടും, കഴിവതും പിന്നെ കേസുമായി മുന്നോട്ട് പോകാതിരിക്കുക. മനസ്സിലായോ? അവർക്കിടയിൽ തീർക്കാൻ പറ്റുന്നത് അവരുടെ കാരണം ഒരു കേസുമായി മുന്നോട്ട് പോയാൽ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ്, മനസ്സിലായോ, അതവിടെ കിടക്കും. രണ്ട് കൂട്ടർക്ക് അവസാനം ഈ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് തന്നെ കാണത്തോളൂ. ചില സഹി കെടുമ്പോഴാണല്ലോ ഗതികെട്ടാ പുലി പുല്ലും തിന്നുമെന്നാണല്ലോ പറയുന്നത്. സഹി കെടുമ്പം ചിലപ്പം കോടതി ഉണ്ടല്ലോ. തർക്കിക്കാൻ നിൽക്കുന്നവരോട് പറയുന്നത് നിങ്ങൾ ശരിക്കും അഗ്രീവ്ഡ് പാർട്ടിയാണോ എങ്കിൽ നിങ്ങൾ കോടതിയെ സമീപിക്കുക. നിങ്ങൾ നല്ല ഒരു അഭിഭാഷകനെ അല്ലെങ്കിൽ ഒരു അഭിഭാഷകനെ കണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കുക. സേഫ്ഗാർഡ് എന്റർടൈൻമെന്റ്സ് കുടുംബ കോടതിയുടെ സാധ്യതകളെയും ഉപയോഗത്തെയും കുറിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ് അഡ്വക്കേറ്റ് സുഗതകുമാരിയോടൊപ്പം. ഡിവോഴ്സിന്റെ കാരണങ്ങളൊക്കെ ഏകദേശം ഒരുപോലെയാണ്. പക്ഷേ ഇന്ത്യയിൽ ഡിവോഴ്സിന്റെ നിയമങ്ങളിൽ പക്ഷേ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പം നമുക്ക് പൊതുവായിട്ടുള്ള ഡിവോഴ്സ് ആക്ടുകൾ കുറേ ഉണ്ടല്ലോ. ഒന്ന് ഹിന്ദു മാരേജ് ആക്ട് 55 വെച്ചിട്ടുള്ളത്, പിന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട് 54 ഉണ്ട്, പിന്നെ മുസ്ലിം ഡിസോൾവ് ഓഫ് മാരേജ് ആക്ട് ഉണ്ട്. അത് 1939 മറ്റോ ആണ്. ക്രിസ്ത്യൻ മാരേജ് 1850 ആ കാലഘട്ടത്തിലുള്ളതാണ്. അപ്പൊ ഇതിനൊരു ഏകീകൃത നിയമം വരേണ്ടതല്ലേ? കാരണം ഇതിന്റെ കാരണങ്ങളൊന്നാണ്. കാരണം ഇവിടെ വ്യത്യാസപ്പെടുന്ന അവരുടെ വിശ്വാസം മാത്രമേ ഉള്ളൂ. ഇവിടെ അടിസ്ഥാനപരമായി ഇവർ ഭാര്യയും ഭർത്താവാണ്, അവരുടെ കുട്ടികളാണ്, ഇവരുടെ കുടുംബങ്ങൾ. ഇവിടെ ഒറ്റ കാരണമാണ് അതിന് വിശ്വാസം അനുസരിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള ഓരോ മതത്തിനും ഓരോ നിയമങ്ങൾ വന്നു. അതെ, പക്ഷെ നമ്മളുടെ സാമൂഹ്യ ജീവിതത്തിൽ ഒരു ഭാര്യ ബാക്കി എല്ലാം ഒന്നാണ്. പിണങ്ങാനും ഉള്ള ഒരേ കാരണങ്ങളൊക്കെ തന്നെ. പിണങ്ങാനും സ്നേഹിക്കാനും കുട്ടികൾ ഉണ്ടാവാനും അവരെ വളർത്താനും ഇല്ലേ, അസുഖം വരാനും മരിക്കാനും എല്ലാം ഒറ്റ കാരണങ്ങൾ തന്നെ. പക്ഷെ നിയമങ്ങൾ ഓരോ മതങ്ങൾക്കും നിയമങ്ങൾ കൊണ്ടുവന്നു. ക്രിസ്ത്യൻ, മുസ്ലിം, പിന്നെ പാഴ്സി, പിന്നെ ഹിന്ദു, സിഖ്, ഇങ്ങനെ ഓരോരുത്തർക്കും നിയമം വന്നു. അതിനി ഒരിക്കലും മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർക്കെല്ലാം അങ്ങനെ ഒരു ഡിവോഴ്സിന്റെ കാര്യത്തിൽ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഡിവോഴ്സിന്റെ കാരണം ഒന്നായിരിക്കെ 39 നിയമം വെച്ചിട്ട് മുസ്ലിമിനെയും 1800 നിയമം വെച്ച് ക്രിസ്ത്യാനി, 55 അല്ലെങ്കിൽ 54 നിയമം വെച്ച് ഹിന്ദുവിനും 55 നിയമം വെച്ച് എല്ലാ കാര്യങ്ങളും ഒരേപോലെ തന്നെയാണ്. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുന്നു, ഉടനെ ഡൈവോഴ്സിന് കേസ് കൊടുക്കുന്നു, പിന്നെ ഡൈവോഴ്സ് സമ്പാദിക്കുന്നു. ഇതൊക്കെ ഒരേ കാരണങ്ങളും ഒക്കെ തന്നെയാണ്. ഇപ്പം പിന്നെ രണ്ട് മതങ്ങൾ വേറെ ആണെങ്കിലും മനുഷ്യരൊന്നാണ്. കാരണങ്ങളൊന്നാണല്ലോ. ഇതിന്റെ പ്രതിവിധിയായിട്ടാണ് ഒരുപക്ഷെ ഈ യൂണിയൻ സിവിൽ കോഡ് അല്ലെങ്കിൽ ഏകീകൃത സിവിൽ കോഡ് എന്ന് വിളിക്കുന്ന ഒരു കാര്യം നിർദ്ദേശിക്കുന്നത് അല്ലേ? അത് എത്രമാത്രം പ്രാവർത്തികമായിരിക്കും എന്നാണ് തോന്നുന്നത്? അത് വന്നാൽ കൊള്ളാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, കാരണം അത് എല്ലാ കാര്യങ്ങളും ഇടപെടുന്നില്ല. അവിടെ 6 കാര്യങ്ങളിൽ അത് ഇടപെടുന്നുള്ളൂ. വിവാഹമോചനം, സ്വത്തവകാശം തുടങ്ങിയ 6 കാര്യങ്ങൾ മാത്രമേ ഇടപെടുന്നുള്ളൂ. മനുഷ്യന്റെ മൗലികാവകാശങ്ങളിലൊന്നും അത് കൈകടത്തുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഒരു വിവാഹത്തിനൊരു നിയമം, ഡിവോഴ്സിനൊരു നിയമം എന്ന രീതിയിലേക്ക് പോകാൻ ഈ ഏകീകൃത സിവിൽ കോഡ് തന്നെ കുറെ ബെറ്റർ ആയിരിക്കും. കാരണം ഈ പല തരത്തിൽ ഈ തർക്കങ്ങളെ വ്യാഖ്യാനിക്കപ്പെടില്ല, അല്ലെ പല അവകാശങ്ങൾ വരില്ല, അല്ലേ? മറ്റെന്തായിരിക്കും നമുക്ക് ഈ കോടതികളുടെ, അതായത് കുടുംബ കോടതികളുടെ വ്യവഹാരമായിട്ട് ഇപ്പം പബ്ലിക്കിന് അറിയാൻ വേണ്ടി നമുക്ക് എന്ത് പറയാൻ പറ്റും? പബ്ലിക്കിന് അറിയാൻ വേണ്ടി പറയാൻ പറ്റുന്നത് പിന്നെ കഴിവതും പിന്നെ കേസുമായി മുന്നോട്ട് പോകാതിരിക്കുക. മനസ്സിലായോ? അവർക്കിടയിൽ തീർക്കാൻ പറ്റുന്നത് അവരുടെ കാരണം ഒരു കേസുമായി മുന്നോട്ട് പോയാൽ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ്, മനസ്സിലായോ, അതവിടെ കിടക്കും. ഒരിക്കലും ഒരു ഭാര്യ ഭർത്താവിനെ വീട് ഉപേക്ഷിച്ച് പോകരുത്. മനസ്സിലായോ? ആ വീട്ടിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക. ഇപ്പൊ ഇത് പറയുന്ന ഞാനും എനിക്ക് കേസുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭാര്യ പോയാൽ പിന്നെ പോയത് തന്നെ. അതാണ് എനിക്ക് ദയവ് ചെയ്ത് പിന്നെ ഭാര്യയായാലും ഭർത്താവായാലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക, പോവുക. രണ്ട് കൂട്ടർക്ക് അവസാനം ഈ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് തന്നെ കാണത്തോളൂ. പക്ഷെ അത് പിന്നെ ആരും മനസ്സിലാക്കുന്നില്ല. എനിക്ക് തന്നെ ഇപ്പോൾ ഒരുപാട് എൻ്റെ ഒരു കേസിനകത്തൊരു കക്ഷി ഭർത്താവിനെ ഉപേക്ഷിച്ച് വീട്ടിൽ നിന്ന് പോയപ്പോൾ അവർ പറഞ്ഞത് പിന്നെ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭാര്യ പോയപ്പോൾ അവർ പറഞ്ഞത് പിന്നെ ഞാൻ പോവാടാ, ഇങ്ങനെ തന്നെ പറഞ്ഞത്. അപ്പം പിന്നെ ഭർത്താവ് പറയുന്നു നീ എനിക്ക് ഹോം നേഴ്സിനെ കിട്ടും,
ആ അപ്പോൾ ഭാര്യ പറയുന്നു, എനിക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസിലെ കാര്യം, നീ ഒന്നല്ല 9 ഹോം നേഴ്സിനെ കൊണ്ടുപോടാ. മനസ്സിലായോ? പക്ഷെ ആ ഒരു 2016 കേസിന്റെ കാര്യം ഇതുവരെയും തീർന്നിട്ടില്ല. ഹോം നേഴ്സും പിന്നെ 2 പേരും 2 നിൽക്കുകയാണ്. 2 മക്കളുണ്ട്, 2 മക്കൾ പ്രായമായി, പിന്നെ വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുന്നു. പക്ഷെ ഈ ഒരു സ്ത്രീ, അമ്മയെന്ന സ്ത്രീ, ഈ മക്കളെ ഉപേക്ഷിക്കാതെ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ നിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ മക്കൾ ഇന്ന് വിവാഹിതരായിട്ട് ആ വീട്ടിൽ കണ്ടേനെ. പക്ഷെ വിവാഹം പോലും കഴിക്കാൻ പറ്റാതെ, അത് ദുർവാശി. അത് ഒരു മറ്റൊരു വ്യാഖ്യാനം വരാവുന്നത് ഈ സഹനം അല്ലെ സ്ത്രീയുടെ മേലെ കടിച്ചേൽപ്പിക്കുന്നു എന്ന തരത്തിലാണ് വ്യാഖ്യാനം വരില്ലേ? ഇവിടെ പ്രശ്നം എന്താണ് ആക്ച്വലി? കാരണം ഭർത്താവിന്റെ പ്രശ്നമാണെങ്കിൽ ഭാര്യയ്ക്ക് ഡിമാൻഡ് ചെയ്യാം. പക്ഷെ എന്നാലും ഒരു അഡ്ജസ്റ്റ്മെന്റ് മക്കളൊക്കെ ഉണ്ടായി. വീട് ഉപേക്ഷിച്ച് ആര് പോയാലും എനിക്ക് പറയാനുള്ളതാ, സ്വന്തം ഭർത്തഗ്രഹം ഉപേക്ഷിച്ച് പോയോ പിന്നെ രക്ഷയില്ല, കരപിടിക്കത്തില്ല പിന്നെ. അതുകൊണ്ട് എല്ലാവരും ഭർത്തൃഗ്രഹത്തിൽ തന്നെ നിൽക്കുക. പിന്നെ എത്രയോ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സൂയിസൈഡ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ അന്നേ അമ്മയോട് പറഞ്ഞില്ല അയാൾ കൊള്ളത്തില്ല അയാൾ എന്നൊക്കെ പറയുന്നവരുണ്ട്. ഇതെല്ലാം ഇതിനകത്തിലുണ്ട്. എങ്കിൽ പോലും കുറെ മക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത്, മക്കളാകുന്നവരുടെ കാര്യം ഞാനീ പറഞ്ഞു, ഭർത്തൃഗ്രഹത്തിൽ തന്നെ നിൽക്കുക, അഡ്ജസ്റ്റ് ചെയ്ത് കുറെ കഴിയുമ്പോൾ അയാൾക്ക് മനംമാറ്റം ഉണ്ടായേക്കാം. മനസ്സിലായോ? ഈ ഭർത്താവ് തന്നെ, ഭർത്താവിന്റെ പിന്നെ ഭർത്താവായാൽ പോലും ഭാര്യയെ ഇങ്ങനെ പിന്നെ പോകുമ്പോൾ ഭാര്യയെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. തൻ്റെ കുട്ടികളെ പ്രസവിച്ച അമ്മയാണ്, അവള് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവളുടെ സ്വഭാവ രീതിക്ക് മാറ്റം വരും. പക്ഷെ ഇത് ഇപ്പോഴത്തെ യുഗം എന്ന് പറയുന്നത് ആരും പിന്നെ ഇത് സഹിച്ച് മുന്നോട്ട് പോകാൻ അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾ. അതാണ് ഇതിനകത്ത്. 25 വർഷം കഴിഞ്ഞ് ഡിവോഴ്സ് ആവശ്യപ്പെട്ടവരൊക്കെ ഉണ്ട് ഒരുപാട്. എത്രയോ ഏജഡ് പിന്നെ പാർട്ടീസാണ് കോടതിയെ സമീപിക്കുന്നത്. അപ്പം നമ്മൾ കാണും ഇത്രയും പ്രായമായി ഇനി അവർക്ക് ഡൈവോഴ്സ് എന്തിനാണ്? അതായത് ഓരോ ഞാൻ മരിക്കുമ്പോൾ എനിക്ക് ഭർത്താവ് വേണ്ട, എൻ്റെ ഭർത്താവായിട്ട് എനിക്കൊരാൾ വേണ്ട എന്ന് ചിന്തിക്കുന്ന ആയിരിക്കാം. അതെ അതെ അതെ. അത് പക്ഷെ അത്രമാത്രം ഭീകരമായ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസിന്റെ വേറൊരു വേർഷൻ അവിടെ ഉണ്ടാകുന്ന ആണ്. പക്ഷേ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. പക്ഷെ ചില സഹികെടുമ്പോഴാണല്ലോ, ഗതികെട്ടാ പുലി പുല്ലും തിന്നുമെന്നാണല്ലോ പറയുന്നത്. സഹികെടുമ്പം ചിലപ്പം കോടതി ഉണ്ടല്ലോ, കോടതിയിലൊരു വിശ്വാസം. കാരണം ഇത് പണ്ട് ഫാമിലി കോടതി ഇല്ല, അന്ന് ഇത്തരം കേസുകളില്ല. തീർച്ചയായും ഇപ്പം ഫാമിലി കോടതി വന്നു, ഭയങ്കര കേസാ. കോടതിക്ക് ഇരിക്കുക. ഇപ്പം നമുക്ക് തന്നെ ചവറയിൽ ഒരു ഫാമിലി കോർട്ടുണ്ട്, ശാസ്താംകോട്ട ഡിജിറ്റൽ ഫാമിലി കോർട്ട് വന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഫാമിലി കോർട്ടാ അത്. ഉടനെ കൊല്ലത്ത് ഫാമിലി കോർട്ട് വന്നു, പരവൂര് ഫാമിലി കോർട്ടുണ്ട്, കൊട്ടാരക്കരയുണ്ട്. അപ്പൊ ഈ കൊല്ലം ജില്ല ഈ സ്ഥലത്ത് തന്നെ എത്ര ഫാമിലി കോടതി വന്നു? കേസിന് വല്ല കുറവുണ്ട്? നമ്മുടെ ഈ കരുനാഗപ്പള്ളിയിലെ കേസുകൾ മുഴുവൻ ഇവിടെയാണ്. കരുനാഗപ്പള്ളി താലൂക്കിലെ മൊത്തം കേസുകളും ചവറ ഫാമിലി കോർട്ടിലാണ്. കുന്നത്തൂർ താലൂക്കിലെ മുഴുവൻ കേസുകളും ശാസ്താംകോട്ട ഡിജിറ്റൽ ഫാമിലി കോർട്ടിലാണ്. ഇതുപോലെ കേരളത്തിലെമ്പാടും എപ്പോഴും കോടതികൾ, ഒരുപാട് കോടതികൾ ഇങ്ങനെ പൊട്ടിമുളച്ചുകൊണ്ടേ, യാതൊരു കുറവുമില്ല. രാവിലെ പോയാൽ 1 മണി 1:30 2 മണി ആയാൽ പോലും റോൾ കാൾ തീരത്തില്ല. അതനുസരിച്ച് കേസ് എല്ലാവരുടെയും പെറ്റീഷന്റെ പരിഹാരത്തിന്റെ കാലദൈർഘ്യവും കൂടിക്കൊണ്ടേയിരിക്കും അല്ലേ? ഏറ്റവും അവസാനമായി എന്ത് പറയും മാഡം? ഏറ്റവും അവസാനമായി തർക്കിക്കാൻ നിൽക്കുന്നവരോടും കേസ് കൊടുക്കാൻ നിൽക്കുന്നവരോടും തർക്കിക്കാൻ നിൽക്കുന്നവരോട് പറയുന്നത്, നിങ്ങൾ ശരിക്കും അഗ്രീവ്ഡ് പാർട്ടിയാണോ എങ്കിൽ നിങ്ങൾ കോടതിയെ സമീപിക്കുക. നിങ്ങൾ നല്ല ഒരു അഭിഭാഷകനെ അല്ലെങ്കിൽ ഒരു അഭിഭാഷകനെ കണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കുക. നിങ്ങൾ ശരിക്കും അഗ്രീവ്ഡ് പാർട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായി ഉണ്ട്. അല്ല എങ്കിൽ മറിച്ച് വെറുതെ കാലം കഴിക്കാമെന്നുള്ള അല്ലാതെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാം തെളിവും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതുക്കും മേലെ ദൈവം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആരെയും വഞ്ചിക്കുകയോ പറ്റിക്കുകയോ ചെയ്യരുത്. ഭർത്താവിനെ വഞ്ചിച്ച് കേസ് നിന്നെ പാഠം പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാലും, ഭർത്താവ് ഭാര്യയെ എന്നാൽ നിന്നെ ഒരു പാഠം പഠിപ്പിച്ച് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാലും ഒരു കാര്യവും ഇല്ല. എല്ലാ കോടതിയും കാര്യങ്ങളുമാണ്, തെളിവെടുത്ത് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് കഴിവതും അഗ്രീവ്ഡ് പാർട്ടി ആണെങ്കിൽ മാത്രം കോടതിയെ സമീപിക്കുക. അത് സ്വന്തം മനസാക്ഷിയോട് തന്നെ ചോദിക്കുക. ഒരു ആത്മപരിശോധന, നിങ്ങൾ അഗ്രീവ്ഡ് ആണോ, നിങ്ങൾ ഭർത്താവിനെതിരെ കൊടുത്ത കേസുകളുടെ സംഗതികൾ എല്ലാം ശരിയാണോ എന്ന് സ്വന്തം ആത്മപരിശോധന നടത്തുക. കേസുകളെല്ലാം എഴുതി കഴിഞ്ഞ് എല്ലാം ഫയൽ ചെയ്യുന്നതിന് മുൻപായിട്ട് ആ കേസ് സംഗതികളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ പറഞ്ഞ സംഗതികൾ തന്നെ ഒക്കെ ഉണ്ടോ, അത്
കൂടുതൽ വഷളാക്കുന്ന രീതിയിൽ വല്ലതും ഉണ്ടോ എന്നൊക്കെ കൊല്ലത്ത് നേരത്തെ ഒരു ജഡ്ജി ഉണ്ടായിരുന്നു. ഒരു അദ്ദേഹത്തിന്റെ പേര് ഞാനിപ്പം ഓർക്കുന്നില്ല. അദ്ദേഹം ലാസ്റ്റില് ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാൻ പറയത്തോളായിരുന്നു. കാരണം ഒബ്ജക്ഷൻ എഴുതുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇപ്പം ഭർത്താവാണ് ഒബ്ജക്ഷൻ എടുക്കണമെങ്കിൽ വൈഫിനെ കുറിച്ച് ഒരുപാട് അലിഗേഷൻസ് വരും. അപ്പം തുടക്കത്തിലെ ആ ഒബ്ജക്ഷൻ ഫയൽ ചെയ്താൽ ആ അലിഗേഷൻ ഈ വൈഫ് കണ്ടാൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് കണ്ടാൽ ഒരിക്കലും അവർ ഒന്നിക്കാൻ ശ്രമിക്കുന്നവർ അല്ലെങ്കിൽ ഒന്നിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പിന്നെ പിന്നോട്ട് പോകത്തേ ഉള്ളൂ. കാരണം ഈ അലിഗേഷൻസ് എഴുതിയേ പറ്റൂ. കാരണം വൈഫ് കൊടുക്കുന്ന പെറ്റീഷനകത്ത് ഹസ്ബൻഡിനെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ഒരുപാട് എഴുതി പുട്ടപ്പ് ചെയ്തായിരിക്കും കൊടുക്കുന്നത്. കാരണം ഇതെല്ലാം ചെയ്തെങ്കിലേ കോടതിക്ക് അങ്ങോട്ട് പരിഗണനയ്ക്ക് വരാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഹസ്ബൻഡും ചെയ്യുന്നത്. പക്ഷേ ആ ഒരു കൊല്ലത്തുള്ള ആ ജഡ്ജിയുടെ ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ലാസ്റ്റ് മൊമെന്റിലെ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യണം. കാരണം ആ ഒബ്ജക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പെറ്റീഷന്റെ മറുപടിക്ക് ചിലപ്പോൾ ഒരുപാട് ആക്ഷേപങ്ങൾ എഴുതേണ്ടി വരും. അപ്പൊ അത് വൈഫ് മനസ്സിലാക്കും, എന്നെ കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞു ഞാൻ ഇനി ഒന്നിക്കത്തില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡ് വിചാരിക്കും എന്നെ കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞു ഞാൻ ഒന്നിക്കത്തില്ല എന്നൊക്കെ ഉള്ള കാരണങ്ങൾ എല്ലാം. എനിക്ക് ലാസ്റ്റ് പറയാനുള്ളത്, അഗ്രീവ്ഡ് പാർട്ടി ആണെങ്കിൽ മാത്രം കോടതിയെ സമീപിക്കുക, കോടതിയുടെ സമയം നഷ്ടപ്പെടുത്താതിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ആത്മപരിശോധന നടത്തുക, പരമാവധി ഒത്തൊരുമിച്ച് ജീവിച്ചു പോകാൻ ശ്രമിക്കുക. അവസാനത്തെ അപ്രോച്ചിങ് ഏജൻസിയായി മാത്രം ഫാമിലി കോർട്ടുകളെ കാണുക. താങ്ക് യു.